നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. അരയാഞ്ഞിലിമൺ കുരുമ്പൻമൂഴി നിവാസികൾക്ക് സ്വപ്ന സാഫല്യത്തിന്റെ നിമിഷം. പമ്പാ നദിയുടെ മറുകരകളിൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന 2 പ്രദേശങ്ങളിലേക്കും പുതിയ ഇരുമ്പ് പാലങ്ങളാണ് പട്ടികവർഗ വികസന വകുപ്പ് നിർമ്മിക്കുന്നത്. കുരുമ്പൻമൂഴി പാലത്തിന് 3.97 കോടി രൂപയും അരയാഞ്ഞിലിമൺ പാലത്തിന് 2.68 കോടിയുമാണ് പട്ടികവർഗ ക്ഷേമ വകുപ്പ് ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത്. റാന്നിയുടെ കിഴക്കൻ മേഖലയിൽ പട്ടികവർഗ വിഭാഗക്കാർ ഉൾപ്പെടെ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ളവർ ജീവിക്കുന്ന സ്ഥലങ്ങളാണ് ഇരു പ്രദേശങ്ങളും. 2 പ്രദേശങ്ങളുടെയും 3 വശവും ശബരിമല വനവും ഒരു ഭാഗം പമ്പാ നദിയുമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജനകീയ പങ്കാളിത്തത്തോടെ പമ്പാ നദിക്ക് കുറുകെ നിർമ്മിച്ച ഉയരം കുറഞ്ഞ അരയാഞ്ഞിലിമൺ കുരുമ്പൻമൂഴി കോസ്വേകളായിരുന്നു പ്രദേശങ്ങളിലേക്ക് എത്താനുള്ള ഏക മാർഗങ്ങൾ. അരയാഞ്ഞിലിമണിലും കുരുമ്പൻമൂഴിയിലും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഉയരം കുറഞ്ഞ ഇടുങ്ങിയ കോസ്വേ പാലം മാത്രമാണ് ഈ പ്രദേശത്തേക്കുള്ള ഏക ഗതാഗത മാർഗം. അരയാഞ്ഞിലിമണ്ണിൽ പഴയ തൂക്കുപാലം വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയ ശേഷം ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച നടപ്പാലം ഇക്കഴിഞ്ഞ 2018 മഹാപ്രളയത്തിൽ ഒലിച്ചുപോയിരുന്നു. പ്രളയത്തിന് ശേഷം കോസ്വേ പാലങ്ങളും ദുർബലമായി. പ്രളയത്തിൽ വൻതോതിൽ മണൽ അടിഞ്ഞതുമൂലം മഴ പെയ്താൽ കുരുമ്പൻമൂഴിയിലെ കോസ്വേ പാലം വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയായിരുന്നു. യാത്ര വഴിമുട്ടിയതോടെ നാട്ടുകാർ പിരിവെടുത്ത് അരയാഞ്ഞിലിമണ്ണിൽ നടപ്പാലം നിർമ്മിക്കാൻ ഒരുങ്ങി. ഇതിനിടെ സർക്കാർ തന്നെ പാലം നിർമ്മിക്കാൻ പദ്ധതിയിട്ടു. ഇതോടെ നാട്ടുകാർ പാലം നിർമ്മാണം ഉപേക്ഷിച്ചു. എന്നാൽ സർക്കാർ പദ്ധതി അനിശ്ചിതമായി നീണ്ടു. വീണ്ടും ജനരോഷം ഉയർന്നു. അനുമതികൾ വേഗത്തിലാക്കി നിർമ്മാണത്തിലേക്ക് എത്തുകയായിരുന്നു. സ്റ്റീൽ നിർമ്മിത പാലങ്ങൾ പൂർത്തിയാകുന്നതോടെ പ്രദേശങ്ങൾക്ക് വലിയ ആശ്വാസമാകും. 2 വർഷം മുമ്പ് പെരുന്തേനരുവി ഡാം ഭാഗത്തേക്ക് വനത്തിൽ കൂടിയുള്ള ചണ്ണ കുരുമ്പൻമൂഴി റോഡ് മുഖ്യമന്ത്രിയുടെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഞ്ചാരയോഗ്യമാക്കിയതോടെ അല്പം ചുറ്റിയാലും മറുകരയിലെത്താനാകുമെന്നത് ആശ്വാസമായി. എന്നാൽ സന്ധ്യ കഴിഞ്ഞാൽ വനത്തിൽ കൂടിയുള്ള യാത്ര വന്യമൃഗശല്യമുള്ളതിനാൽ സുരക്ഷിതമായിരുന്നില്ല. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്ന് കോസ്വേ മുങ്ങുന്നതോടെ ഫയർഫോഴ്സിനും മറ്റ് രക്ഷാപ്രവർത്തകർക്കും ദിവസങ്ങളോളം ഇവിടെ തങ്ങി രക്ഷാപ്രവർത്തനം നടത്തേണ്ട സ്ഥിതിയായി. 2019-ലും 2021-ലും ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടു. ആദിവാസി കോളനികൾ അടങ്ങുന്ന ഈ മേഖലകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പ്രമോദ് നാരായൺ MLA പട്ടികവർഗ ക്ഷേമ മന്ത്രിയായിരുന്ന K. രാധാകൃഷ്ണൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ അദ്ദേഹം സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ പരിശോധിച്ചു. തുടർന്നാണ് പട്ടികവർഗ ക്ഷേമ വകുപ്പിൽ നിന്നും നടപ്പാലങ്ങൾ നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചത്. സ്റ്റീൽ പാലങ്ങൾ നിർമ്മിക്കുന്നതോടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. ചെറിയ ആംബുലൻസുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വീതിയിലുള്ള പാലങ്ങളാണ് നിർമ്മിക്കുന്നത്. 8 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ദൃശ്യ ന്യൂസ്, എരുമേലി. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന അരയാഞ്ഞിലിമൺ പ്രദേശത്തിന് പുതിയ പാലം നിർമ്മാണത്തിലൂടെ പരിഹാരമാകുമെന്ന് മന്ത്രി OR കേളു. അരയാഞ്ഞിലിമൺ പാലം നിർമ്മാണ ഉദ്ഘാടനം സർക്കാർ LP സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കും. റോഡ്, സ്കൂൾ, ആശുപത്രി തുടങ്ങി എല്ലാ മേഖലയിലും വ്യക്തമായ ദിശാബോധത്തോടെ ഇടപെട്ട് സർക്കാർ സംസ്ഥാനത്തെ വികസന പാതയിൽ അതിവേഗം മുന്നോട്ട് നയിച്ചതായി മന്ത്രി പറഞ്ഞു. പെരുന്നാട്ടിലെ അരയാഞ്ഞിലിമൺ കിസുമം ഉന്നതികൾക്ക് അംബേദ്കർ സെറ്റിൽമെൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ വീതം അനുവദിച്ചതായി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പ്രമോദ് നാരായൺ MLA പറഞ്ഞു. ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ മുഖ്യാതിഥിയായി. പട്ടികവർഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷുമിൻ S. ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദൃശ്യ ന്യൂസ്, എരുമേലി. വികസനം എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ലഭ്യമാകണമെന്ന് മന്ത്രി OR കേളു. കുരുമ്പൻമൂഴി പാലം നിർമ്മാണോദ്ഘാടനം കുരുമ്പൻമൂഴി ഉന്നതിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെട്രോ നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും വികസനമെത്തണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. പ്രമോദ് നാരായൺ MLA അധ്യക്ഷത വഹിച്ചു. നിങ്ങൾ തന്നെ കണ്ടു കാണും എത്ര സബ്മിഷൻ, എത്ര പ്രസംഗങ്ങൾ, എങ്ങനെ നമുക്ക് ഈ പണം കണ്ടെത്താൻ കഴിയും.
അതിനു വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഏതാണ്ട് 3.5 കോടി രൂപ വേണം. എസ്റ്റിമേറ്റ് വീണ്ടും വന്നപ്പോൾ 3.97 കോടി രൂപ. അങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് മുമ്പാകെ നിവേദനം കൊടുത്തു, നിയമസഭയിൽ ഉന്നയിച്ചു. നിരന്തരമായി ഈ സജീവമായി സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാം, ഇത്രയും ബൃഹത്തായൊരു പദ്ധതി നടപ്പിലാക്കാൻ അതിന്റെ പണം എങ്ങനെ കണ്ടെത്തും? അങ്ങനെയാണ് പട്ടികവർഗ വകുപ്പിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്നും ഈ പണം കണ്ടെത്താൻ ശ്രമിച്ചത്. ഈയിടയ്ക്ക് ഞാൻ ഇവിടെ കൊച്ചി എയർപോർട്ടിൽ 115 കുട്ടികൾക്ക് ഏവിയേഷൻ കോച്ചിങ് കൊടുത്തു. വിമാനത്താവളങ്ങളിൽ ജോലി ലഭിക്കുന്ന തൊഴിൽ പരിശീലനം കൊടുത്ത് 115 SC ST വിഭാഗത്തിലെ കുട്ടികൾക്ക് ഇന്ത്യ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ നേരിട്ട് ജോലി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഈ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു പദ്ധതിയാണത്. ഇപ്പോൾ 1000-ഓളം SC ST കുട്ടികൾ ഇന്ന് ഇന്ത്യക്ക് പുറത്ത് വിട്ടിരിക്കുക നമ്മുടെ ഗവൺമെൻറ്. ടാലൻ്റുള്ള, കഴിവുള്ള ഓസ്ട്രേലിയയിൽ, UK തുടങ്ങിയ രാജ്യങ്ങളിൽ 1000-ഓളം കുട്ടികളെ ഈ ഗവൺമെൻറ്, ഒരു കുട്ടിക്ക് 25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഗവൺമെൻറ്. അവിടെ വിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ജോലി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ലക്ഷ്യ സ്കോളർഷിപ്പ് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കേൾക്കണം. IAS പഠിക്കാൻ കഴിവുള്ള SC കുട്ടികളെ നമ്മൾ ഈ കളക്ടറാക്കാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, SC മെഡിക്കൽ കോളേജ്. അവിടെ പട്ടികജാതിക്കാർക്കാണ് അവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖ സുരേഷ്, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപി, അംഗം മാത്യു കാനാട്ട്, നാറാണമൂഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മനോജ്, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ CR ജയൻ, സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം G. രാജപ്പൻ, ഊരുമൂപ്പൻ പൊടിയൻ കുഞ്ഞുകുഞ്ഞ്, കേരള സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മാനേജർ ഷാൽബി തുടങ്ങിയവർ പ്രസംഗിച്ചു. ദൃശ്യ ന്യൂസ്, എരുമേലി. വൈക്കം സ്വദേശിയായ കലാകാരൻ നാടക പരിശീലനത്തിനിടെ തിരുവനന്തപുരത്ത് കുഴഞ്ഞു വീണ് മരിച്ചു. നാടക് വൈക്കം മേഖലാ സെക്രട്ടറി ചെമ്പ് കാട്ടിക്കുന്ന് കളത്തിപ്പറമ്പിൽ KG രതീഷാണ് മരിച്ചത്. തിരുവനന്തപുരം സംസ്കൃതി ഭവനിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. ഇന്ന് അവതരിപ്പിക്കേണ്ട നന്മയിൽ ജോൺ ഗൃഹത്തെ എന്ന നാടകത്തിന്റെ റിഹേഴ്സൽ നടത്തുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. രതീഷിനെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാമധ്യേ മരണം സംഭവിച്ചു. കോട്ടയം വടവാതൂരിൽ പാതയോരത്ത് ഉള്ളിക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിലേക്ക് ബസ് ഇടിച്ചു കയറി. കച്ചവടക്കാരനും ബസ് യാത്രികരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തമിഴ്നാട് പളനി സ്വദേശി പാണ്ഡ്യന്റെ വാഹനത്തിലേക്കാണ് കോട്ടയത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് അമിത വേഗത്തിലെത്തി ഇടിച്ചു കയറിയത്. ബസിന്റെ മുൻഭാഗം അപകടത്തിൽ തകർന്നു. അപകടത്തെ തുടർന്ന് തിരക്കേറിയ ദേശീയപാതയിൽ ചാക്കിൽ കെട്ടിവെച്ചിരുന്ന ഉള്ളി ചിതറി വീണു. ഏകദേശം 1.5 ടൺ ഉള്ളിയാണ് അപകടത്തെ തുടർന്ന് നഷ്ടപ്പെട്ടത്. சைடாக்கி வந்து கச்சவடம் பண்ணிகிட்டு இருந்தோம். வண்டி ஸ்பீடு பஸ்ஸில் வந்து இடிச்சு மரத்தில் പൊട്ടി വണ്ടി സൈഡാക്കി. പൾമണറി ആൻഡ് ക്രിട്ടിക്കൽ കെയർ മെഡിസിന്റെ 26ാം ദേശീയ സമ്മേളനം പൾമോകോൺ 2025 സെപ്റ്റംബർ 12, 13, 14 തീയതികളിൽ കുമരകത്ത് നടക്കും. കോട്ടയം റെസ്പിറേറ്ററി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുമരകം ബാക്ക് വാട്ടർ റിപ്പിൾസിൽ നടക്കുന്ന സമ്മേളനം ഇന്ത്യൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KA ശ്രീവിലാസൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സുവനീറിന്റെ പ്രകാശനം അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യയുടെ കേരള ഘടകം പ്രസിഡന്റ് ഡോക്ടർ R. രാധയും സുവനീർ എഡിറ്റർ ഡോക്ടർ JC തോമസും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോട്ടയം ഘടകം പ്രസിഡന്റ് K. രാജലക്ഷ്മിക്ക് ആദ്യ പ്രതി നൽകി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ശ്വാസകോശ രോഗങ്ങളുടെ ഒരു അതിപ്രസരം തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഞങ്ങൾ അറിയപ്പെടാത്തൊരു ശാഖയായിട്ട് കണക്കാക്കുന്നത് TB-യുമായിട്ട് ബന്ധപ്പെട്ട എല്ലാമാണ് ഞങ്ങൾ നടത്തി. ഇപ്പം അതിന് എല്ലാ ശ്വാസകോശ രോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങളെപ്പറ്റി നിങ്ങൾക്കെല്ലാം നല്ല അവബോധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞങ്ങൾ 3 ദിവസത്തെ ഒരു സമ്മേളനമാണ് ഉദ്ദേശിക്കുന്നത്. നാളെ ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റിൻ്റെ ക്ലാസ്സുകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ ക്യൂസ് കോമ്പറ്റീഷന്, അതുപോലെ റിസർച്ച് പേപ്പർ പ്രസൻറ്റേഷന്, പോസ്റ്റർ പ്രസൻറ്റേഷന്, ക്ലാസ്സുകൾ ഇത് 1 ഡേ ഫുള്ളായിട്ട് നമ്മൾ നാഷണൽ ലെവലിലുള്ള ദേശീയ ലെവലിലുള്ള PG സ്റ്റുഡൻസ്, MD സ്റ്റുഡൻസ് പൾമനോളജിയുടെ ഒരു ക്ലാസ്സുകളാണ് നാളെ ഉദ്ദേശിക്കുന്നത്. ശനിയും ഞായറുമാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഈ അക്കാഡമിക് സെഷൻ. നമ്മുടെ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള വളരെ വിദഗ്ധരെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണിത്. അവബോധമൊന്നും നമുക്കുണ്ടായിരുന്നില്ല. നമ്മൾ പുകവലിച്ചും അന്തരീക്ഷ മലിനീകരണമൊക്കെ വഴി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. കോവിഡ് വന്നതിന് ശേഷമാണ് നമുക്കെല്ലാവർക്കും ശ്വാസകോശം എന്താണെന്നും വെന്റിലേറ്ററുകളുടെ ആവശ്യം എന്താണെന്നൊക്കെ ഒരു വ്യാപകമായൊരു ധാരണ പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആസ്മ, ദീർഘകാല ശ്വാസതടസ്സ രോഗങ്ങൾ, ശ്വാസകോശങ്ങളൊക്കെ ദ്രവിച്ചു പോകുന്ന ഇൻറ്റർസ്റ്റിഷ്യൽ ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളെക്കുറിച്ച് നിരവധി വിദഗ്ധരുടെ പ്രബന്ധാവതരണവും ഡിബേറ്റുകളും അവിടെ ഉണ്ടാകും. ഒപ്പം പുതിയ വിഷയങ്ങളുണ്ട്. ഇപ്പം നിർമ്മിത ബുദ്ധിയും ശ്വാസകോശ രോഗ നിർണയത്തിലും ചികിത്സയിലും വഹിക്കുന്ന പങ്ക്. നിർമ്മിത ബുദ്ധി ഇപ്പോൾ എല്ലായിടത്തും മീഡിയ മേഖലയിലാണെങ്കിലും എല്ലായിടത്തും വളരെ പ്രധാനമാണ്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്കറിയാം ഈ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന രോഗികൾക്ക് എത്ര നാൾ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ നേരത്തെ തന്നെ അവർക്ക് നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇന്ന് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് 2024 നവംബറിൽ പാസ്സാക്കിയിട്ടുണ്ട്. ലിവിങ് വിൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതായത് എനിക്ക് എന്തൊക്കെ ചികിത്സ വേണം വേണ്ട എന്ന് എനിക്ക് കൃത്യമായ ബോധമുള്ളപ്പോൾ തന്നെ എനിക്ക് നേരത്തെ തന്നെ നമ്മുടെ വില്ലുണ്ടല്ലോ, നമ്മൾ വിൽപത്രം തയ്യാറാക്കുന്ന പോലെ തന്നെ തയ്യാറാക്കാൻ പറ്റും. അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയും നമ്മളവിടെ വെക്കുന്നുണ്ട്. കാര്യം ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികൾക്കൊക്കെ നമുക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഡോക്ടറെ അച്ഛനെ ഒന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനൊക്കെ നമുക്ക് മാറ്റാൻ നിയമമില്ല. വാർത്തകൾ പൂർണ്ണമായി. നമസ്കാരം.